ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അതുപോലെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മളിന്നൊരു ചേമ്പ് മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചേമ്പെടുക്കാം. ഇത് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ചേമ്പാണ്. ചെറിയ ചേമ്പാണ് ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത്. ഈ ചേമ്പ് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങൾ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. വേവിക്കാൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചേമ്പ് നല്ലപോലെ വെന്തുടഞ്ഞ് പോകരുത്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല, ആകെ കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് വേവ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കാം. അത് വേവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളക്, അതായത് വറ്റൽമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് ഇവിടെ വൃത്തിയാക്കി ഇതെല്ലാം ഉള്ളിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ടോ അല്ലെങ്കിൽ ചെറിയ ഉരലിലിട്ടോ നമുക്ക് ചതച്ചെടുക്കാവുന്നതാണ്. അപ്പോഴേക്കും നമ്മുടെ ചേമ്പ് അവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം മാത്രം ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയും ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഈ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നാൽ മാത്രമേ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. തീ കൂട്ടി വെച്ച് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. വേപ്പില ഉണ്ടെങ്കിൽ നമുക്കത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടിക്ക് പ്രത്യേക സ്വാദ് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ചേമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേമ്പ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. അത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ മെല്ലെ മെല്ലെ യോജിപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ ചേമ്പിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ വേണം നമ്മൾ യോജിപ്പിച്ചെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തേക്കും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതെ മെഴുക്കുവരട്ടി നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ മെഴുക്കുവരട്ടി. കഞ്ഞിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.